സിനിമയുടെ സെറ്റിൽ നമുക്ക് കാണാവുന്ന പുതിയ ഒരു പ്രവണത അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെയുള്ള ഈ പരസ്പരമുള്ള ഒരു സഹപ്രവർത്തനമോ സൗഹൃദമോ ഒക്കെ ഒരല്പം കുറയുകയും ഈ കാരവാൻ കൾച്ചറിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇതിൻ്റെ മാറ്റങ്ങളുടെയൊക്കെ വലിയ ദൃക്സാക്ഷിയാണല്ലോ മധു സാർ. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പുതിയ തലമുറയോട് അങ്ങേക്ക് പറയാനുള്ള സെറ്റിലുള്ള ബിഹേവിയറിലുള്ള ഡിഫറൻസ്, അതെ, സമീപനത്തിൽ നേരത്തെ പറഞ്ഞു തന്നെ ഒത്തിരി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ് റൂമിൽ പോയാൽ അമ്മ ഒരു ഫോണും നോക്കിയിട്ട് വല്ല ആർക്കും മെസ്സേജ് വല്ലതും അയച്ചുകൊണ്ടിരിക്കും, അച്ഛൻ വേറെ നിലയായിരിക്കും, പയ്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ സമ്മതിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇതുപോലെ എവിടെ പോയെന്നാലും പണ്ട് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് വല്ല അടൂർ ഭാഷത്തെ കൃഷി ചേട്ടന് അവരൊക്കെ ആണെങ്കിൽ അവർ തമാശ പറയും, ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കും, ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളും പറയും. അങ്ങനെ ഈ ഷൂട്ടിംഗ് ഇല്ലാതെ മാറിയിരിക്കുന്ന ആ സമയത്തൊക്കെ അതിങ്ങനെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് വരുമല്ലോ. ഇത് വളരെ ശബ്ദായമാനമായിരിക്കും ഇരിക്കുന്ന സ്ഥലം. എല്ലാവരും കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ പറയും, പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോഴ് ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഇത് ഫോൺ എടുക്കുകയാണ്, സൈലൻസാണ്. ആ ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ വന്നത് സിനിമയിലും ഫ്ലോറിലും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സിനിമ ഫ്ലോറിൽ മാത്രമല്ല, വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇത് തന്നെ സ്ഥിതി, ലിവിങ് റൂമിൽ ഇത് തന്നെയാണ്, ഈവൻ ഡൈനിങ്ങിൽ. കാലഘട്ടം കൊണ്ടുവന്ന മാറ്റം. അതെ, മാറ്റമാണ്. അതല്ലേ, അതിൽ നമുക്ക് ആരും വലിയ ആളുകൾ കുറ്റപ്പെടുത്താൻ നോക്കില്ല. ഇപ്പം മധു സാറിൻ്റെ സിനിമകളിലെ മൊത്തം കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം ക്യാരക്ടേഴ്സിന് ഒരിത്തിരി നൊമ്പരമുള്ള, നിസ്സഹായതയുള്ള, കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ള നായക കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. വില്ലനായിട്ടൊക്കെ അപൂർവമാണോ ചെയ്തിട്ടുള്ളത്? വില്ലൻ കഥാപാത്രങ്ങൾ കാര്യമായി അത് ഞാൻ വില്ലനായിട്ട് അഭിനയിച്ച ആദ്യമായിട്ട് ഞാൻ തന്നെ എടുത്ത പടത്തില്ല, പ്രിയയില്ല. അതിന് പ്രധാന കാരണം ഈ എന്താ പറയുക, നിരാശനായ കാമുകനായിട്ടുള്ള റോളിൽ ചെയ്ത് മടുത്തു. അങ്ങനെയൊന്നുമല്ല, എനിക്കല്ലാതെ അഭിനയിക്കാൻ അറിയാം, എന്നെ കാണിക്കണമെന്നൊരു ഉള്ള മോഹമായിരിക്കണം ആ കഥാപാത്രം എടുക്കാൻ കാരണം. എനിക്ക് അന്ന് പലരും ഉപദേശിച്ചു, ഞങ്ങളുടെ ഒരു ഹീറോ ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളാണ്, ഇങ്ങനെ ഒരു വില്ലൻ എടുത്തു കഴിഞ്ഞിരുന്നല്ല ഇമേജ് ഇപ്പോൾ പോകും. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പടം എടുക്കുന്ന ഇമേജ് പൊളിക്കാനാണ്, എനിക്ക് അഭിനയിക്കണം, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം. അത് സദ്ഗുണസമ്പന്നനായ ഹീറോ മാത്രമാകേണ്ട, കുറേ അല്ലാതെയുള്ള മനുഷ്യരായാലും നന്നായിരിക്കും. ഇപ്പോഴും അത് തന്നെ ചെയ്യണേ. നമ്മൾ വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു വ്യത്യസ്തത ശ്രമിച്ചു എന്ന് പറഞ്ഞു. നർമ്മം അവതരിപ്പിക്കുന്നതിലും ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിലും തുടക്കം മുതൽ വലിയ അളവിൽ സാധിച്ചിട്ടുണ്ടോ? ഹാസ്യ കഥാപാത്രങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ടായിട്ടുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, അധികം കിട്ടിയിട്ടില്ല. ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്, ചില പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അത് ഇതുണ്ടല്ലോ, മനീശ്വരി വിശ്വാമിത്രൻ, അതൊരു ശകലം ഒരു ഹ്യൂമറസ് ക്യാരക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരും അറിയാതെ കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഇല്ലല്ലേ? അത് 80യുടെ ബിഗിനിങ്ങിലെ വെച്ചെടുത്താണ്. സേതുമാധവൻ സാറായിരുന്നു ഡയറക്ടർ, ആരും അറിയാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിംഹവാലൻ മേനോൻ, അതിനകത്ത് ഒരു ഫണ്ണി ക്യാരക്ടർ. അതെ, അതൊരു അങ്ങനെ വിജയ് തമ്പി ആയിരുന്നു ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ആരും അങ്ങനെ തമാശയ്ക്ക് വിളിക്കാറില്ല എന്നുള്ളത്. ഇന്നവേ ഒരു ഹ്യൂമർ എലിമെൻ്റ് ഉണ്ട്. അതെ. നായികമാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നായികമാരുടെ ഓർമ്മകൾ, പലരും ഇന്ന് കൂടിയുള്ളവരല്ല, ശ്രീവിദ്യ ഉൾപ്പെടെ, ഷീല ഉൾപ്പെടെ ഒട്ടേറെ നായിക, ജയഭാരതി, ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നായികമാരുമൊക്കെ ആയിട്ടൊരു സൗഹൃദം, അവരുടെ ഓർമ്മകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് എൻ്റെ ആദ്യത്തെ ഹീറോയിൻ ആദ്യത്തെ പടത്തിൽ, മൂട് പടത്തിൽ ഷീലയായിരുന്നു. ഇപ്പോൾ അവസാനമല്ല, ഈയിടെ ഇവരുടെ ചെയ്യേണ്ടി വന്ന ഒരു പടത്തിൽ, വർഷം എത്രയേ, ആഫ്റ്റർ 55 ഇയേഴ്സ്, ബഷീറിൻ്റെ പ്രേമലേഖനം, മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുന്നുണ്ടല്ലോ. അത് ആ ബുക്ക് മാത്രമാണ് എല്ലാം ഉള്ളത്, അല്ല ആ കഥയൊന്നുമല്ല, ഈ ടൈറ്റിൽ മാത്രമേ അങ്ങനെയുള്ളൂ. അതിലും ഇങ്ങനെ പ്രായമായ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ചു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അവർ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ ജയഭാരതിയും ശാരദയും ആ ഏജിൽ, ആ പീരീഡിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ കുറച്ച് പ്രായം വന്നപ്പോൾ തടിയെല്ലാം കൂടി വന്നപ്പോൾ ശ്രീവിദ്യ നല്ല ഇതായിരുന്നു, മറ്റ് ഹീറോയിൻസിനെ അപേക്ഷിച്ചിട്ട് ഒരു നല്ല, ഞങ്ങളുടെ മുന്നിലുള്ള നല്ല കെമിസ്ട്രി ആയിരുന്നു. ഇവരുടെ കൂടെ ഒക്കെയാണ് വർക്കില്ല. വേറെയും കുറേ പേരുണ്ട്. അപ്പോൾ മധു സാറിനോടൊപ്പം ഇത്രയും സമയം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി.